ഇന്ത്യയുടെ പുതിയ 2020 പുരുഷ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ക്ലബ്ബ് 2023 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയ ക്ലബ്ബ്. നമസ്കാരം, ചലഞ്ച് ലാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സിനെ പറ്റിയാണ്. കറണ്ട് അഫയേഴ്സിൽ സ്പോർട്സിനെ പറ്റി ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പോർട്സ് അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന LGS സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടുന്ന 10th പ്രിലിംസിന് നമുക്ക് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യമാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിന്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒരു 2022, 23, 24 നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആണ്. നമുക്ക് സ്പോർട്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ഹോക്കി ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണെന്നാണ് ഉത്തരം. ജർമ്മനിയാണ്. 2023 ഹോക്കി ലോകകപ്പ് കിരീടം 2023 നേടിയ ടീം എന്ന് വെച്ചാൽ ജർമ്മനിയാണ്. അതുപോലെ തന്നെ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്ന് വെച്ചാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അതുപോലെ പ്രഥമ അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയാണ്. ആദ്യത്തെ അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. അതുപോലെ 2023, 24 വർഷങ്ങളിലെ വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യവും ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? 2023 ഹോക്കി ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. അതുപോലെ പ്രഥമ അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് നടന്ന അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ആണ്. അതിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2023, 24 വർഷങ്ങളിലെ വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യവും ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എക്സാമിന് ഒരുപാട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 2-3 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാല് USA ആണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം USA ആണ്. അതുപോലെ തന്നെ 2023 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി എവിടെയാണ്? ഗുൽമാർഗ് ആണ്. 2023 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി ഏതാണ്? ഗുൽമാർഗ് ആണ്. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത് പതിപ്പാണ് ദക്ഷിണാഫ്രിക്കയിലെ 3 നഗരങ്ങളിൽ 2003 നടക്കുന്നതെന്നാണ് ചോദിച്ചത്. 8ാമതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് നടക്കുന്നതാണ്? 8ാമത്തെ എഡിഷൻ ആണ് നടക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ 3 നഗരങ്ങളിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ വേദിയും പഠിക്കാം, എത്രാമത്തെ ആണെന്ന് പഠിക്കാം. അപ്പൊ 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത് പതിപ്പാണ് ദക്ഷിണാഫ്രിക്കയിലെ 3 നഗരങ്ങളിലായി നടന്നതെന്ന് ചോദിച്ചാല് 8ാമത്തെ പതിപ്പാണ്. 8ാമത്തെ എഡിഷൻ ആണ് നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. എല്ലാ ഫോർമാറ്റുകളിലും, അതാണ് ഇമ്പോർട്ടന്റ്, എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. അടുത്ത വീണ്ടും അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരെന്ന് വെച്ചാൽ ഹർമൻപ്രീത് കൗർ ആണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ആരെന്ന് വെച്ചാൽ ഹർമൻപ്രീത് കൗർ ആണ്. അടുത്തത് 2022 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. 2022 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് അവാർഡ് ലഭിച്ചത് ആരാണ്? ലയണൽ മെസ്സിക്കാണ്. അതുപോലെ
2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയതും ആര് തന്നെയാണ്? ലയണൽ മെസ്സി തന്നെയാണ്. അപ്പൊ 2022 2023 ബെസ്റ്റ് താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. അടുത്തത് 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ ഫുട്ബോൾ കൂടെ പഠിച്ചു വെച്ചേക്കുക. ഐത്താന ബോൺമാറ്റി എന്നാണ് പേര്. അപ്പൊ 2022-23 മെയിൽ ആയിട്ടുള്ള കിട്ടിയത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. അപ്പൊ ഫീമെയിൽ ഫുട്ബോൾ താരം എന്ന് വെച്ചാൽ ഐത്താന ബോൺമാറ്റി എന്നാണ് പേര്. അതുപോലെ തന്നെ 2023 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയ ക്ലബ് ഏതാണ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 2023 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയ ക്ലബ് ഏതാന്ന് ചോദിച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാല് ലിവർപൂൾ ആണ്, 9 തവണ. അപ്പൊ 2023 നേടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അല്ലാണ്ട് ഏറ്റവും കൂടുതൽ തവണ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയ ക്ലബ് ഏതാന്ന് ചോദിച്ചാൽ ലിവർപൂൾ ആണ്, 9 തവണ. അതുപോലെ 2023 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. അപ്പൊ തിരിഞ്ഞു പോകരുത്, ഒരുപാട് ക്രിക്കറ്റ് ഫുട്ബോളും പഠിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. 2023 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. തുടർച്ചയായ 3ാം തവണയാണ് ഓസ്ട്രേലിയക്ക് കിരീടം നേടുന്നത്. എത്ര തവണ കിരീടം കിട്ടിയിട്ടുണ്ട്? 6 തവണ കിരീടം കിട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയക്ക്. അടുത്തത് ഇന്ത്യയുടെ പുതിയ 2020 പുരുഷ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ്. അതുപോലെ 2023 ദേശീയ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. അതുപോലെ ഏതൊക്കെ കായിക ഇനങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതിയതായി ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാല് ബ്രേക്കിംഗ് സ്പോർട്ട്, ക്ലൈംബിംഗ്, സ്കൈറ്റ് ബോർഡിംഗ്, സർഫിംഗ്. ഇതൊക്കെയാണ് പുതിയതായിട്ട് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ് USA-ലാണ്. 2032 ബ്രിസ്ബൻ ഓസ്ട്രേലിയ ആണ്. അപ്പൊ ഇപ്പൊ നടന്ന പാരീസ് ആണ്, 28 ലോസ് ഏഞ്ചൽസ് ആണ്, 32 ബ്രിസ്ബൻ ആണ് ഓസ്ട്രേലിയ. അപ്പൊ ഏതൊക്കെ കായിക ഇനങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതിയതായി ഉൾപ്പെടുത്തുന്നത്? ബ്രേക്കിംഗ് സ്പോർട്ട്, ക്ലൈംബിംഗ്, സ്കൈറ്റ് ബോർഡിംഗ്, സർഫിംഗ് ആണ്. അടുത്തത് 2023 നടന്ന 15ാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഏതെന്ന് വെച്ചാൽ ഒലിയാണ്. 15ാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ഭാഗ്യചിഹ്നം ഒലിയാണ്. വേദി ഇന്ത്യയാണ്. നിലവിലെ ജേതാവ് ജർമ്മനിയാണ്. ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ ടീം പരിശീലകൻ ഗ്രഹാം റീഡ് ആണ്. ഈ സമയത്ത് ഗ്രഹാം റീഡ് ആയിരുന്നു ഈ കളി നടക്കുന്ന സമയത്ത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് തയ്യിബ് വിക്രമാണ്. 2026 വേദി ബെൽജിയവും നെതർലാൻഡുമാണ്. അപ്പൊ 15ാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഒലിയായിരുന്നു. ജേതാക്കൾ ജർമ്മനിയാണ്. വേദി ഇന്ത്യയായിരുന്നു. ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് സിംഗ് ആണ്. കോച്ച് ഗ്രഹാം റീഡ് ആയിരുന്നു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് തയ്യിബ് വിക്രമാണ്. 2026 ഹോക്കി വേദി എന്ന് പറയുന്നത് ബെൽജിയവും നെതർലാൻഡ്സുമാണ്. അതുപോലെ തന്നെ ചെസ് ആണ് അടുത്ത. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്ന രാജ്യം അസർബൈജാൻ ആണ്. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് വേദി എവിടെയായിരുന്നു? അസർബൈജാൻ ആയിരുന്നു. അടുത്ത വീണ്ടും അണ്ടർ-9 വനിതാ ക്രിക്കറ്റിനെ പറ്റിയാണ്. പ്രഥമ അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയായിരുന്നു? വേദി ജേതാക്കളും ഇന്ത്യയായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ ശ്രീലങ്കയാണ്. 2024 അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ പുതിയ വേദിയായി നിശ്ചയിച്ച രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ പുതിയ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്. 2024 അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിന്റെ ലോകകപ്പ് മത്സരത്തിന്റെ പുതിയ വേദിയായി നിശ്ചയിച്ചത് ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അതുപോലെ 2023 സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2023 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരായിരുന്നു ചോദിച്ചാൽ കർണാടകയാണ്. അതുപോലെ ഇന്ത്യയുടെ 80ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് വെച്ചാൽ NR വിഘ്നേഷ് ആണ്. 80ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ NR വിഘ്നേഷ് ആണ്.
അതുപോലെ തന്നെ 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ക്ലബ് വെച്ചാൽ റിയൽ മാഡ്രിഡ് ആണ്. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? റിയൽ മാഡ്രിഡ് ആണ്. 5ാം തവണയാണ് റിയൽ മാഡ്രിഡ് കിരീടം നേടുന്നത്. വേദി റിയാദ്, സൗദി അറേബ്യയാണ്. 2023 ഹോക്കി ലോകകപ്പ് കിരീടം നേടിയ ടീം എന്ന് വെച്ചാൽ ജർമ്മനിയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. പ്രഥമ അണ്ടർ 19 വനിതാ 20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കൾ ആരാന്ന് ചോദിച്ചാല് ഇന്ത്യയാണ്. 23-24 വർഷങ്ങളിലെ വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം എന്ന് ചോദിച്ചാല് ഇന്ത്യയാണ്. അതുപോലെ അടുത്തത് 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം എന്ന് വെച്ചാൽ USA ആണ്. 2023 കേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുൽമാർഗ് ആണ്. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത് പതിപ്പാണ് ദക്ഷിണാഫ്രിക്കയിൽ നടന്നത് വെച്ചാൽ 8ാമത്തെ പതിപ്പാണ് ദക്ഷിണാഫ്രിക്കയിലെ 3 നഗരങ്ങളിലായി 2023 നടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. ഇത് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എല്ലാം കൂടി കിടക്കുവാണ്. അതിന്റെ വേദികൾ എല്ലാം കൂടി മാറിപ്പോകരുത്, വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. നമ്മൾ ഒരുപാട് ക്രിക്കറ്റിന്റെ ജേതാക്കളും വേദികളും പഠിക്കുന്നുണ്ട്. സോ അത് മാറിപ്പോകാതെ ശ്രദ്ധിക്കാം. അടുത്തത് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ഹർമൻപ്രീത് കൗർ ആണ്. 2022 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. 2022 2023 ഫിഫ ദി ബെസ്റ്റ് അവാർഡ് കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് കിട്ടിയ ഫീമെയിൽ താരമാണെന്ന് വെച്ചാൽ ഐതാന ബോൺമാറ്റി ആണ്. അതുപോലെ 2023 ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയ ക്ലബ് എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ലഭിച്ച ഇംഗ്ലീഷ് ലീഗ് എന്ന് ചോദിച്ചാൽ ലിവർപൂൾ ആണ്, 9 തവണ. 2023 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ആണ്. 2023 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ്. തുടർച്ചയായ 3ാം തവണയാണ് അവർക്ക് ഇത് ലഭിക്കുന്നത്. മൊത്തത്തിൽ 6 തവണ കിട്ടിയിട്ടുണ്ട്. 2023 ദേശീയ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് വെച്ചാൽ ഇടുക്കിയാണ്. ഏതൊക്കെ കായിക ഇനങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയതെന്ന് വെച്ചാൽ ബ്രേക്കിംഗ് സ്പോർട്ട്, ക്ലൈംബിംഗ്, സ്കൈറ്റ് ബോർഡിംഗ്, സർഫിംഗ് ആണ്. 2024 വേദി പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബൻ ആണ്. അടുത്ത് 2023 നടന്ന 15ാമത് പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഒലിയാണ്. വേദി ഇന്ത്യയാണ്. ജേതാക്കള് ജർമ്മനിയാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. കോച്ച് ഗ്രഹാം റീഡ് ആണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് തയ്യിബ് ബിക്രം ആണ്. അതുപോലെ 2026 വേദി എന്ന് പറയുന്നത് ബെൽജിയവും നെതർലാൻഡും ആണ്. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്ന രാജ്യം അസർബൈജാൻ ആണ്. പ്രഥമ അണ്ടർ 19 വേദി ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ്? ആയിരുന്നു. 2024 അണ്ടർ 9 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ പുതിയ വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2023 സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടക. ഇന്ത്യയുടെ 80ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ NR വിഘ്നേഷ്. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ക്ലബ് എന്ന് വെച്ചാൽ റിയൽ മാഡ്രിഡ് ആണ്. 5ാം തവണയാണ് റിയൽ മാഡ്രിഡ് കിരീടം നേടുന്നത്. വേദി എവിടെയെന്ന് വെച്ചാൽ റിയാദ്, സൗദി അറേബ്യയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന സ്പോർട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.